ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലുവിൽ കയറിയ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ ലുലു കാണണമെന്നില്ല. അതും കൊച്ചിയിലെ ലുലു കാണണമെന്നില്ല വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. കുറേ നാളായിരുന്നു അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാ ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായൊരു പോക്കാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു പോക്കാണ്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് എറണാകുളത്ത് പോയതെന്ന്. അത് എൻ്റെ യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെട്ടൊരു ആവശ്യത്തിനായിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മൾ ലുലുവിലെത്തിട്ടോ. ഇപ്പം ലുലുക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചത് കേട്ടോ ലുലുവിൽ പോകണമെന്ന്. അതായത് ഞാൻ ഹസ്ബൻഡ് മക്കളും അങ്ങനെ ഫാമിലി മൊത്തമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെന്നില്ല കുറേ പ്ലാൻ ചെയ്യും. പക്ഷെ അതൊന്നും നടക്കാറില്ല കേട്ടോ. ചില പ്ലാനിങ് അങ്ങനെയാണ്, നമ്മളങ്ങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലാതെ സംഭവം ഒന്നും നടക്കില്ല. പക്ഷേ എന്താ അറിയില്ല, ഇത് പെട്ടെന്ന് ഉണ്ടായൊരു പോക്കായതുകൊണ്ടാണ് തോന്നുന്നത്. ഇതേതായാലും അൽഹംദുലില്ലാ ഉഷാറായിട്ട് തന്നെ നടന്നു കേട്ടോ. പിന്നെ കുറേ ആളുകൾ ഞാൻ വന്ന ശേഷം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലുലുവിൽ പോയിട്ട് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന്. നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറയാമല്ലോ, നമ്മൾ ഒരു സാധനം പോലും അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതും നടന്നില്ല കേട്ടോ. കാരണം നമുക്ക് ട്രെയിന് മിസ്സാവുമെന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ എന്താ പറയുക വേഗം പോരുകയാണ് ഉണ്ടായത്. ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു എന്നിട്ട് വേഗം പോന്നു കേട്ടോ. പിന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു പോക്കിലായിരുന്നില്ല പോയത്. കാരണം നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. ആവശ്യം നടക്കാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലുലു നമ്മൾ മൊത്തമായിട്ട് കറങ്ങി, കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഉണ്ടല്ലോ ലുലു, വെക്കേഷൻ തീരുന്നതിൻ്റെ മുന്നേ എന്നെങ്കിലും ഒരു ദിവസം അവിടെ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് പർച്ചേസ് ചെയ്യണം. കുട്ടികൾക്കായാലും ഇനിയിപ്പോൾ ആർക്കായാലും നമ്മൾ എവിടെയെങ്കിലും പോയി വന്നെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ളവരുടെ ആയാലും അല്ലാത്തവരോടായാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ എന്താണ് വാങ്ങിയത്, എന്താ കൊണ്ടുവന്നത്, ആ ഒരു ഇതായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ കുറച്ചൊരു മെച്യൂറായ ആളുകളാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പക്ഷേ എന്നാൽ കൂടി കുറച്ചൊക്കെ പിറകോട്ടുള്ള ആളുകളാണെങ്കിൽ ചിന്ത ആ ഒരു വഴിയൊക്കെ ആയിരിക്കും വരിക. ആ ടൂർ പോയിട്ട് എന്താ കൊണ്ടുവന്നത്, എങ്ങനെ ഏതാന്നൊക്കെ ആയിരിക്കും ചിന്ത.
അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ട് ഈ ഒരു സെഷൻ എത്തിയപ്പോൾ മക്കൾക്കൊക്കെ എന്തോ ഒരു സന്തോഷം കേട്ടോ. അതായത് കണ്ണിനെ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ ഡെക്കോർ ഐറ്റംസ് അതൊക്കെ കണ്ടപ്പോൾ മക്കൾക്ക് വല്ലാത്ത സന്തോഷം. അവരതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, കുറേ ഫോട്ടോസ് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടികൾക്കായാലും എനിക്കായാലും ഇനിയിപ്പം ആർക്കായാലും നമ്മളധികം ഡെക്കോർ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ആർക്കായാലും വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു സെഷനിലേക്കാണ്. ബട്ടർഫ്ലൈ ഇതൊക്കെ ജ്യൂസിന്റെ അല്ലേ. സമയം എത്രയുടെ നമ്മളെപ്പോഴാ എത്തണ്ടേ? Second floor. Ground floor. अच्छा നമ്മൾ അങ്ങോട്ടോ എങ്ങോട്ട്? കുറച്ച് സ്പീഡ് കയറാതിന്, അല്ലാണ്ട് ഫാന്റസിയിലെത്തി. അങ്ങോട്ട് പോണങ്ങോട്ട് പിന്നെ അവിടെ പോയി വരണ്ടേ? That I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car. അങ്ങനെ ഗൈസ് നമ്മൾ ഈ ഒരു സെഷനെത്തിയപ്പോൾ സോനമോൾ ഇതിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടു. പക്ഷേ നമ്മൾ വാങ്ങി കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്രയും ദൂരം പോരുമ്പോഴത്തേന് അത് എന്താവുന്നില്ല ഒരു അവസ്ഥയും നമുക്കറിയില്ല. പിന്നെ വെച്ചാൽ ഓൾറെഡി വീട്ടിൽ നമുക്ക് 4 മീനുണ്ട് നമ്മൾ വളർത്തണതന്നെ. ഓള് ഇതേമാതിരി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് കേട്ടോ. പക്ഷെ അതിനൊക്കെ വാങ്ങി കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ലോണം കെയർ ചെയ്യുന്നല്ലാതെ പിന്നെ ആ വാകയെ ഓല് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഏതോ ഒരു നേരം അതിനെ മാസത്തിൽ ക്ലീൻ ആക്കലും അതായത് അതിൻ്റെ വെള്ളം മാറ്റലും അതിന് ഫുഡ് കൊടുക്കലും കാര്യമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യൽ. പക്ഷേ കുട്ടികൾ കെയർ ചെയ്ത് കൊണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങി കൊടുക്കുക. പക്ഷേ ഇതെന്തായാലും നടക്കില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് അത്രയും ദൂരം പോരുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന് അതിൻ്റെ കഥ തന്നെ കഴിയും. അതുകൊണ്ട് നമ്മൾ ആ മീൻ വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ. ഓളതിൻ്റെ കളറ് കണ്ടപ്പോൾ പല കളറിലുള്ള മീനുകൾ ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ ഓൾക്ക് എന്തോ ഒരു ഇല്ല. പിന്നെ നമ്മൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം വിഷു അടുപ്പിച്ചുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെല്ലോ കളർ ഫ്ലവർ വെച്ചിട്ട്, അതായത് കണിക്കൊന്ന യെല്ലോ കളറാണല്ലോ, ആ ഒരു തീം വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ യെല്ലോ കളർ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ അത്യാവശ്യം വേഗം സ്പീഡിൽ എക്സ്പ്ലോർ ചെയ്ത് പോരുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ലേറ്റ് ആണതിനനുസരിച്ച് നമ്മൾ വീട്ടിലെത്താനും ലേറ്റ് ആവും. ട്രെയിന് മിസ്സായാൽ നമ്മൾ പിന്നെ കുടുങ്ങും ചെയ്യും. ഒക്കെപ്പാടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എക്സ്പ്ലോർ ചെയ്ത് പോരാന്നുള്ള രീതിയിലാണ് പോയത്. പിന്നെ നമ്മൾ ഇവിടുന്ന് മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജ്യൂസും സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ലുലുവിന് വേഗം ഇറങ്ങാണ് ഉണ്ടായത്. കാരണം നമുക്ക് ടൈമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങാണ് ചെയ്തത്. ഫുഡൊന്നും അവിടെ നിന്ന് കഴിക്കാൻ നിന്നിട്ടില്ല. ഫുഡ് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ കഴിച്ചത്. നമ്മൾ കൊച്ചി ലുലുവിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. നമുക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനും അതായത് ആയാസത്തിൽ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കാലിക്കറ്റ് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.